കൊച്ചിയിൽ ആയുർവേദ സ്പായുടെ മറവിൽ പെൺവാണിഭം നടത്തിയത് രാജ്യത്തെ പെൺവാണിഭ റാക്കറ്റിലെ പ്രധാന കണ്ണി. സ്പായുടെ നടത്തിപ്പുകാരൻ ഏറ്റുമാനൂർ സ്വദേശി പ്രവീൺ മാസം തോറും 1 കോടിയിലധികം രൂപയുടെ ഇടപാടുകളാണ് നടത്തിയിരുന്നതെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പെൺവാണിഭ സംഘവുമായുള്ള കൂട്ടുകെട്ടിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരും കൊച്ചിയിൽ അറസ്റ്റിലായിരുന്നു. ആയുർവേദ സ്പായുടെ മറവിൽ പെൺവാണിഭം നടത്തി വന്ന സംഘത്തെ ഇന്നലെ രാത്രി നടന്ന പരിശോധനയിലാണ് പോലീസ് പിടികൂടിയത്. ഏറ്റുമാനൂർ സ്വദേശി പ്രവീൺ സോദരനാണ് സ്പായുടെ നടത്തിപ്പുകാരൻ. ഇയാൾക്ക് ജില്ലയിൽ മറ്റൊരു സ്പാ കൂടി ഉണ്ടായിരുന്നു. ഇവിടെ പെൺവാണിഭം നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രവീണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിലാണ് എറണാകുളം നോർത്തിൽ പ്രവർത്തിക്കുന്ന മോക്ഷ എന്ന സ്പായെക്കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചത്. ആയുർവേദ സ്പായുടെ നടത്തിപ്പുകാരനായ പ്രവീൺ രാജ്യത്തെ സെക്സ് റാക്കറ്റിലെ മുഖ്യ കണ്ണിയാണെന്നാണ് കണ്ടെത്തൽ. 1.68 കോടിയിലധികം രൂപ ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. ഇതിനകത്ത് വലിയൊരു വരുമാനമുണ്ട് എന്ന കാര്യം ശരി തന്നെയാണ്. അപ്പൊ ഈ കേസ് നമ്മൾ എടുത്തത് തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എൻക്വയറി നടത്തിയിട്ട് ശേഷമാണ് നമ്മൾ എടുത്തത്. നേരത്തെ ഇങ്ങനെ ഒരു നടക്കുന്നുണ്ട് എന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ഈ കേസിൽ ഇനി അന്വേഷണം നടക്കും. അപ്പൊ ഇതിനകത്ത് ആരൊക്കെയാണ് കൊണ്ടുവരുന്നത്, ഇപ്പൊ ഈ ഏകദേശം ഒരു 50ഓളം സ്ത്രീകൾ അവിടെ വന്നു പോവാറുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. 8 സ്ത്രീകളെയും ഇടപാടുകാരായ 4 പുരുഷന്മാരെയും സ്പായിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. സ്പായിൽ 50ലധികം സ്ത്രീകൾ എത്തിയിരുന്നതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൂടുതൽ പെൺകുട്ടികൾ ഇവരുടെ ഇരയായിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. അതേസമയം അനാശാസ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് 2 ASIമാരെയും ഇന്നലെ അറസ്റ്റ് ചെയ്തു. ട്രാഫിക് ഈസ്റ്റ് സ്റ്റേഷനിലെ ASI രമേശൻ, പാലാരിവട്ടം ASI ബ്രിജേഷ് എന്നിവരെയാണ് കടവന്ത്ര പോലീസ് അറസ്റ്റ് ചെയ്തത്. കടവന്ത്രയിൽ ലോഡ്ജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സംഘത്തിന്റെ ബിനാമികളാണ് ഇവർ. ഇരുവരെയും സസ്പെൻഡ് ചെയ്തതായി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. അതിനകത്ത് 2 പോലീസുകാരെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഈ നടത്തിപ്പുമായിട്ട് ആക്റ്റീവ് ബന്ധങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ശേഷമാണ് നമ്മൾ അവരെ അറസ്റ്റ് ചെയ്തത്. അവരെ ഇന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഡിപ്പാർട്ട്മെന്റിന്റെ നടപടിക്രമങ്ങൾ കൂടെ എടുക്കും. ജനം, കൊച്ചി.